ഹായ്, എല്ലാവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സ്വാതി. ഇന്ന് എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ചറപറ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വ്ളോഗിൽ എന്നെപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം ചെറവല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ചങ്ങരംകുളം ബേസിക്കലി മലപ്പുറം ജില്ലയാണെങ്കിലും പാലക്കാട് തൃശ്ശൂർ ബോർഡറിലാണ് ഈ ചങ്ങരംകുളം കിടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു പ്രത്യേകത ഞങ്ങളുടെ ചങ്ങരംകുളത്തിനുണ്ട്. പിന്നെ ഞാൻ വയനാട്ടിൽ മാർ ബസേലിയോസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ സുൽത്താൻ ബത്തേരിയിൽ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെയ്യും കൂടി കഴിഞ്ഞാൽ ജൂണിൽ ഞങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ എക്സാമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് തേർഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഇൻറ്റേൺഷിപ്പിന് സ്കൂളിൽ പോവേണ്ടി വരും ചെയ്യുന്നൊരു മന്താണ് ജൂൺ എന്ന് പറയുന്നത്. പിന്നെ എക്സാമിൻ്റെ പ്രിപ്പറേഷനും ഞാനൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങാനേ ഉള്ളൂ. ഞാനിത് ആക്ച്വലി കഴിഞ്ഞ ഞായറാഴ്ച ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്യാനിരുന്നപ്പോൾ എന്നാൽ ഇത് ലോങ് വീഡിയോ ആയിട്ട് ഇടാം, അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ ഇതിൽ നല്ലൊരു വേറൊരു അവസരം ഇല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഫ്രെയിമിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എനിക്ക് ചുമയും ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എൻ്റെ വോയിസിൻ്റെ വേരിയേഷൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നാം, സ്വാഭാവികം. ഞാൻ ആക്ച്വലി മെലിഞ്ഞിരുന്ന ഒരാളായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് നല്ലപോലെ മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പോൾ വെയിറ്റൊക്കെ കൂടി, കുറച്ചധികം തടിച്ചു. ഇപ്പോൾ മെലിഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് തടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താ അങ്ങനെ തടിക്കുന്നത്, ഫുഡൊന്ന് കുറച്ചുകൂടെ, അല്ല PCOD ഉണ്ടോ, എന്നാൽ ഡോക്ടറെ കാണിച്ചൂടെ, മാറ്റിക്കൂടെ, എക്സസൈസ് ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അവർക്ക് അറിയണ്ടായിരിക്കില്ല. ചില ആളുകൾ വിവേകത്തോടെ പെരുമാറാറുണ്ട്, അതായത് അവരൊന്നും ചോദിക്കാനൊന്നും വരില്ല, കണ്ട് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ. ചില ആളുകളുണ്ട് ഇതിലൊന്നും പെടാത്തവർ, അവർ സംസാരിക്കുക എങ്ങനെയായിരിക്കും, എന്താ അത് വീർത്ത് വരുന്നത്, ഹോസ്റ്റലിൽ നല്ല ഫുഡ് അടിയാണല്ലേ, അനിയന്മാരെ ജോലിക്ക് വിട്ടിട്ട് നീ നല്ല തീറ്റ തിന്നുകയാണല്ലേ, അങ്ങനെയൊക്കെ ഓരോരുത്തർ കുത്തി ചോദിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണെന്ന കാര്യം അവർക്ക് ആർക്കും അറിയില്ല. ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നതോട് നമ്മളെ പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വെയിറ്റ് ഗെയിനിങ്ങിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട്. കുറച്ച് കാലമായിട്ട് ഞാൻ ഡിപ്രഷനും OCDക്കും ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഈ ശരീരഭാരം കൂടുന്നത്. അപ്പോൾ ആൾക്കാർ ഓരോന്ന് പറയുമ്പോൾ വിഷമം തോന്നാറുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ബാഹ്യമായ ഭംഗിയേക്കാൾ പ്രാധാന്യം എൻ്റെ മാനസികാരോഗ്യമാണ്. 100,000 പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ എന്നെ തന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നു അത് പോട്ടെ, എനിക്ക് എൻ്റെ സമാധാനമാണ് വലുത് എന്ന് ഞാൻ പറയുമെങ്കിലും ചില സമയത്ത് എനിക്ക് വിഷമം വരാറുണ്ട്, ചില സമയത്ത് ഞാൻ തോറ്റു പോവാറുണ്ട്. ഇൻസെക്യൂരിറ്റി കൂടിയിട്ട് പുറത്ത് എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ, ലൈക്ക് കല്യാണങ്ങളോ മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോവാതിരിക്കാറുണ്ട്. അവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് പേടിച്ചിട്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത് തന്നെ. അപ്പോൾ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും സ്വന്തം സമാധാനത്തിന് മുൻഗണന നൽകാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ ലൈഫിലെ കുറച്ച് ഭാഗം മാത്രമാണ്. ഞാൻ എന്നാലും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നടക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഡിപ്രഷൻ്റെയും OCDൻ്റെയും കാര്യം സംസാരിക്കാനാണെങ്കിൽ ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അത്യാവശ്യം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ഒറ്റയ്ക്കാണ്, മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുകയാണ്, നമുക്കൊരു അടഞ്ഞ ലോകമായിരിക്കും ഉണ്ടാവുക. അത് മറ്റുള്ളവർക്ക് നമ്മുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിങ്ങനെ കിടന്ന് ഉരുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ മറ്റുള്ളവർ അതൊന്നും അറിയുന്നില്ല. നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്നുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊന്നും ആരും അറിയാനും പോകുന്നില്ല. അങ്ങനെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു അസുഖമല്ലല്ലോ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കൂടെയുള്ളവർ ഈ ഒരു ഡിപ്രഷനും OCDയും അങ്ങനെ മറ്റ് മാനസിക പ്രശ്നങ്ങളെയൊക്കെ പറ്റി അവയർനെസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സപ്പോർട്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇതൊന്നും അറിയാത്ത ആളുകളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് വേണ്ട വിധത്തിലുള്ള സപ്പോർട്ടോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എന്നെപ്പറ്റി പറയാനുള്ളത്. നിങ്ങളും എന്നെപ്പോലെ വിഷമിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടായിരിക്കും എന്ന് ശുഭപ്രതീക്ഷയോടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.